പോലീസിന് മുന്നിൽ മൊഴി ആവർത്തിച്ച് കായംകുളത്ത് വാഹനാപകടത്തിന് ശേഷം ലൈംഗികാതിക്രമം നേരിട്ട യുവതി. പ്രതി സിനിൽ സവാദ് തന്നെ ആശുപത്രിയിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് കായംകുളം ഡിവൈഎസ്പിക്ക് മൊഴി നൽകി. ആശുപത്രിയിലെത്തി ഡോക്ടർ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്ന തന്നോട് രക്ഷകനായെത്തിയ പ്രതി ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതി ആവർത്തിക്കുകയാണ് അതിജീവിത. പ്രതി ആശുപത്രിയിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കായംകുളം ഡിവൈഎസ്പിക്ക് നൽകിയ മൊഴിയിൽ കൊല്ലം സ്വദേശിനി ആവർത്തിച്ചു. പരാതി പിൻവലിച്ചാൽ 25 ലക്ഷം നൽകാമെന്ന് തന്റെ സുഹൃത്തിനോട് പ്രതി സിനിൽ സവാദ് വാഗ്ദാനം ചെയ്തു. പരാതി പിൻവലിച്ച് കൊല്ലത്തെ ആശുപത്രിയിലേക്ക് പോകണമെന്നും സിനിൽ പറഞ്ഞതായി അതിജീവിത മൊഴി നൽകി. ഭയം കാരണം 2ാം വട്ടം ഡോക്ടറെ കണ്ടപ്പോൾ മാത്രമാണ് അതിക്രമത്തിന്റെ വിവരം താൻ പുറത്തു പറഞ്ഞതെന്നും അതിജീവിത പറയുന്നു. അതേസമയം അതിജീവിതയുടെ മൊഴി ഗൌരവത്തിലെടുത്ത് കായംകുളത്തെ ആശുപത്രിയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. അതിജീവിതയെ പരിശോധിച്ച ഡോക്ടർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആംബുലൻസ് ഡ്രൈവർമാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. സംഭവ ദിവസത്തെ ആശുപത്രിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. ഭീഷണിപ്പെടുത്തൽ സ്ഥിരീകരിച്ചാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും ആലോചനയുണ്ട്. ഇതിനിടെ ഉടൻ വൈദ്യപരിശോധന നടത്താൻ കായംകുളത്തേക്ക് എത്തണമെന്ന് യുവതിയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാവേലിക്കര മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ ആഴ്ച തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.